അഭിലാഷേ, ഞങ്ങള് എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. ഇവർ പറയുന്നത് പോലെ ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഞങ്ങളുടെ റിപ്പോർട്ടിങ്ങുകളിലും ഒക്കെ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തരുന്നത് ആ പോയിന്റാണ്. അത് വേണമെങ്കിൽ ഈ രാജു പി നായർക്കും ഈ പറയുന്ന ബീനാരുമൊക്കെ ഞാൻ അയച്ചു തരാം. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രീണനത്തിനും വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ വോട്ടിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരല്ല. ഡൽഹിയിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് ഈ രാജു പി നായരുടെ പാർട്ടിയാണ്. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, VD സതീശനാണ് ഇവരുടെ നേതാവ്. ഗുരുജി ഗോൾവാക്കറുടെയും സവർക്കറുടെയും ചിത്രത്തിന് താഴെ ദീപം തെളിയിച്ചവരാണ് ഇവര്. അതേപോലെ ഒറ്റ മിനിറ്റ്, അതുപോലെ തന്നെ ഇപ്പൊ വലിയ ജനാധിപത്യ ബോധം പോയോ? മൂന്ന് പേർക്കും ഞാൻ ഒറ്റക്കായിട്ട് നിങ്ങൾക്ക് ധൈര്യം പോരെ? രാജു പി നായർ, നിങ്ങൾ 3 പേർക്കും ഞാൻ ഒറ്റക്കായിട്ട് ധൈര്യമില്ലേ? തന്റെ എന്റെ മറുപടി കേൾക്കാൻ. കെ സുധാകരന്റെ കീഴിൽ നാണമില്ലാതിരിക്കുന്നവരാണ് ഈ രാജു പി നായരുടെ പാർട്ടി. എങ്ങനെയാണ് BJPയുടെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ ആളാണ് ഈ പറയുന്ന രാജു പി നായരുടെ അധ്യക്ഷൻ. മറ്റൊരാളാണ് ഇപ്പൊ ഷിബു മീരാൻ പറയട്ടെ, UDFന്റെ കൺവീനറാണ് സ്വർണ്ണക്കടത്ത് മോഡിക്ക് കത്തയച്ചത്. ഖുർആനിൽ സ്വർണം കടത്തിയെന്ന് ബെന്നി ബഹന്നാന കത്തയച്ചത്. കേരളം മറന്നുപോയിട്ടില്ല. അങ്ങനെ കത്തയച്ച് മോഡിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഏജൻസികളെ കൊണ്ടുവന്ന് ഇവിടത്തെ മതസ്ഥാപനങ്ങളിലേക്ക് കയറ്റാനായിരുന്നു ഇവരുടെ ഗൂഢാലോചന. എന്തേ ബെന്നി ബഹന്നാന്റെ കത്തിനെ കുറിച്ച് ഷിബു വീരാന് മിണ്ടാട്ടില്ലേ? മിണ്ടില്ല. കാരണം എന്താ അറിയോ? ഇവർക്ക് ബിസിനസ് ആണ് പ്രധാനം, ഇവർക്ക് ഇവരുടെ അധികാരമാണ് പ്രധാനം. ബിസിനസ് പാർട്ടിയായ മുസ്ലിം ലീഗാണ് ഈ മലപ്പുറത്തെ നശിപ്പിക്കുന്നത്. മലപ്പുറത്തെ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് അവരുടെ വോട്ട് വാങ്ങി ജയിക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നവരാ ഇവര്? ഈ ഷിബു വീരാന്റെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുചേർന്ന് RSSന് നാരങ്ങ വെള്ളം കൊടുത്ത് SDPIയുമായി അടച്ചിട്ട റൂമിൽ ചർച്ച നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരായി ഇവരാ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ചേർത്ത് നിർത്തുക. ഇപ്പൊ BJP പറയുന്നു, BJP ഇപ്പൊ കേരളത്തിൽ അങ്ങ് ക്രിസ്ത്യൻ സ്നേഹവും പറഞ്ഞു നടക്കുക. കേരളം വിട്ടാൽ ഇവരുടെ സ്ഥിതി എന്താ? ഈ ക്രിസ്ത്യൻ വിഭാഗത്തെയും ദളിതരെയും അടിച്ചു കൊല്ലുന്ന കാഴ്ചപ്പാട്, അടിച്ചു കൊല്ലുന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നത്, അവരെ ആക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇരിക്കുന്നുണ്ടല്ലോ, ഒന്ന് ചോദിക്ക്, വൺ നേഷൻ വൺ എലക്ഷൻ നിലപാട് ആ ഒരു നയമായി